നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗീയ രാജനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താരികർത്തനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ. हमारे स्वर्गीय पिता, हमें प्यार करने वाला परमेश्वर, हम आपको धन्यवाद और स्तुति करते हैं प्रभु. അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. आशीष भरा हुआ शाम की समय के लिए हम आपको धन्यवाद करते हैं. വീണ്ടും അപ്പച്ചാ അവിടുത്തെ തിരുസന്നിധിയിലെ കർത്താവ് പകൽക്കാലത്ത് ഞങ്ങളുടെ അധ്വാനത്തിന് ശേഷമായി അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ പഠിപ്പാനെല്ലാം ദൈവമായ കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर आज दिन के समय हमारे सारे काम के बाद परमेश्वर और शाम के समय आपके वचन से कुछ सीखने के लिए एक और मौका दिए, इसलिए हम आपको धन्यवाद करते हैं. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, आपके हाथ में हमें समर्पण करते हैं प्रभु. സ്വർഗീയ പിതാവേ, അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. आपके आशीषों से हमें भर दीजिए प्रभु. കർത്താവേ, പകൽക്കാലവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായ സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകണം. आज दिन के समय भी परमेश्वर आपके पवित्र आत्मा की गहराई को हमें और सिखाइए. ഞങ്ങളെ കാണുന്നവരെയും ശേഷം കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. परमेश्वर अभी जो हमें देखते हैं प्रभु और आगे देखने वाले हर किसी को आप आशीष करिए. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങൾ ഗ്രഹിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണം. परमेश्वर जो हम सीख रहे हैं प्रभु उसको समझने की हमारे ऊपर कृपा करिए. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. आपके हाथ में हमें पूरी तरह समर्पण करें. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. आपने हमारी प्रार्थनाओं को सुनी, इसलिए യേശു धन्यवाद. ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നിയിരിക്കുന്ന യേശു നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना किया, प्रभु सुनो और कबूल करो हमारे स्वर्गीय पिता. ആമേൻ. ഹല്ലേലൂയ. आमीन. हालेलुया. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो. ഇന്ന് വൈകുന്നേര സമയവും നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ അനേക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. आज शाम के समय भी हम परमेश्वर के पवित्र आत्मा के बारे में हम सीखेंगे. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷമായി നമ്മുടെ വചന ധ്യാനത്തിലേക്ക് പോകാം. ये गाना गा के परमेश्वर को स्तुति करने के बाद हम भजन में जाएं. Praise the Lord. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാനന്ദിയുടെ താഴ്വരയിൽ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കൈമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, താറാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കൈമേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, താറാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നി
ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഗ്നിയുടെ താഴ്വരയിൽ, അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഒന്നുകൂടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, സകല ജഡത്തിന്മേലും Lord, hallelujah. സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. Hallelujah, praise the Lord. Glory to Jesus. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ മലയാളം ഹിന്ദിയിലായിരിക്കും നമ്മുടെ ബൈബിൾ സ്റ്റഡി. परमेश्वर के हाथ में समर्पण करते हैं. आज की बाइबल स्टडी जो है मलयालम और हिंदी में होंगे. പ്രാർത്ഥിക്കാം, ദൈവവചനത്തിലേക്ക് പോകാം. हम पहले प्रार्थना करेंगे, उसके बाद हम वचन സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് കൃപാസനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. स्वर्गीय पिता, हमारे सिद्ध परमेश्वर, इस शाम के समय एक बार और हम आपके चरणों में आते हैं प्रभु. നല്ല കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പച്ച. हमें सिखाइए प्रभु. ദൈവത്തിന്റെ വചനം ആഴമായി ഗ്രഹിപ്പാൻ, അതിനെ ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. परमेश्वर आपके वचन को गहराई से पढ़ने के लिए, उनको मनन करने के लिए हमारी सहायता करिए प्रभु. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. परमेश्वर हमारे बुद्धियों को खोल दीजिए. എമ്മാവൂരിലേക്ക് പോയതായ ശിഷ്യന്മാരുടെ കണ്ണുകളെ, ആത്മീയ കണ്ണിനെ തുറന്നതുപോലെ ഇന്ന് രാത്രികാലം ഞങ്ങളെയും ഞങ്ങളെ കേൾക്കുന്നവരുടെയും കണ്ണുകളെ, ഹൃദയ കഥകളെ കർത്താവ് തുറക്കണമേ. परमेश्वर मोर जाने वाले उस आपके चेलों के जैसे दिलों को आपने खोला है प्रभु, वैसे आज हमारे दिलों को और हमें सुनने वालों के हर एक के दिलों को आप खोल दीजिए. ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനം ഞങ്ങൾ ഗ്രഹിച്ചെടുപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. परमेश्वर हम जो पढ़ रहे वचन वो हम समझने के लिए हमारी सहायता करें. കേട്ട് മറന്നു കളയുന്നവരായിട്ടല്ല, അതിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. परमेश्वर सुन के उसको भूल जाने वाला नहीं, उसमें स्थिर रहने के लिए हमारी सहायता करें. ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. फेसबुक के द्वारा, यूट्यूब के द्वारा हमें देखने वालों को आप आशीष करिए. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. आपके हाथ में समर्पण करते हैं യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से. ആമേൻ.
പ്രാർത്ഥിച്ചതോ? हालेलुया। ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर हमें बहुत ऐसे आशीष ഇന്ന് करने पाए। രാത്രികാലവും ദൈവത്തിന്റെ വചനം നമ്മൾ ആഴമായി പഠിക്കുവാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. आज शाम के समय भी हम परमेश्वर के वचन को गहराई से सीखने കഴിഞ്ഞ നാളിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ആഴമായി പഠിച്ചുകൊണ്ടിരുന്നു. पिछले दिनों में हमें परमेश्वर के वचन को पढ़ता गया। പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഏതെല്ലാം നിലകളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു. हमने पिछले दिनों में ये सीखा है कि यीशु मसीह के जीवन में पवित्र आत्मा कैसे कार्य किया करते हैं। പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് പോലും പരിശുദ്ധാത്മാവിൻ്റെ അത്രയും ആഴമായ അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഈ ഭൂമിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. हमने पिछले दिनों में ये भी सीखा है कि पुत्र परमेश्वर यीशु मसीह को भी जब वो पृथ्वी में थे तो पवित्र आत्मा की कितने ज़्यादा सहायता की जरूरत थी। സോ നമുക്ക് കർത്താവ് അപ്പോൾ നാം വിശ്വാസികളായിരിക്കുന്ന നമുക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. उससे हमें ये समझ में आता है कि अगर यीशु मसीह को पवित्र आत्मा की जरूरत है तो हमें कितने ज़्यादा जरूरत होगा। നമ്മൾ ഒരു വാക്യം അതിനു വേണ്ടി കണ്ട് അവസാനിപ്പിച്ചത് അവിടെയാണ്. हम एक वचन उसको पढ़ के हमने वहाँ पे खत्म किया था। പ്രവൃത്തി प्रेरितों की അപ്പോസ്തല किताब പ്രവൃത്തി 30 उसका 10:38. प्रेरितों की किताब उसका 10:38 को हमने पढ़ा था। നമ്മളിങ്ങനെയാണ് വായിച്ചത്. हमने वहाँ पे ऐसे पढ़ा था। നസ്രയനായിരിക്കുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹിന്ദിയിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. कि परमेश्वर ने किस रीति से यीशु नासरी को पवित्र आत्मा और सामर्थ्य से अभिषेक किया। वो भलाई करता और सबको जो शैतान के सताए हुए थे अच्छा करता फिरा, क्योंकि परमेश्वर उनके साथ था। നമ്മളവിടെ കണ്ടു യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തിരുന്നു. हमने वहाँ में देखा है कि यीशु मसीह को पवित्र आत्मा और सामर्थ्य से परमेश्वर ने अभिषेक किया। ആമേൻ. हालेलुया। പുത്രനായിരിക്കുന്ന യഥാർത്ഥ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന് പോലും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകമായിരുന്നു हमें ये ആവശ്യമായി. समझ में आता है कि सच्चे परमेश्वर होते हुए भी यीशु मसीह को जब वो पृथ्वी में था तो पवित्र आत्मा की जरूरत पड़ी थी। അതുകൊണ്ട് ആ അഭിഷേകം തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തു നന്മ ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് പിശാച് ബാധിച്ചവരെ വിടുവിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ചെയ്തത്. यीशु मसीह इसलिए जो उनके अंदर पवित्र आत्मा की सामर्थ्य और अभिषेक है, इसलिए इस पृथ्वी में यीशु मसीह चमत्कार और चिन्ह किया, भलाई करता रहा है कि जो शैतान से पीड़ित लोगों को चंगा किया और बीमार लोगों को चंगा किया करके हमने देखा। മാത്രമല്ല യേശുക്രിസ്തു ഒരു വിജയകരമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാനിടയായി. खाली वो नहीं, यीशु मसीह जब पृथ्वी में था तो वो एक जय की जीवन भी बिताया। അവനെ ജയിക്കുവാൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. उनको जीतने के लिए इस पृथ्वी की कोई भी सामर्थ काफी नहीं था। ഇങ്ങനെയായിരുന്നു ആദാമിനെ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചിരുന്നത്. आदम और हव्वा को भी परमेश्वर ने ऐसे बनाया था। നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, हम उत्पत्ति की किताब में पढ़ते हैं, ഭൂമിയിലും ആകാശത്തിലും സമുദ്രത്തിലുമുള്ള സകലത്തിന്റെ മേലുമുള്ള അധികാരം ആദാമിനും ഹവ്വയ്ക്കും ദൈവം നൽകി. परमेश्वर ने पूरे अधिकार जो पृथ्वी और आसमान और समुद्र के सारे अधिकार जो है परमेश्वर ने उनको दिया था। അതേ അധികാരമാണ് പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും അഭിഷേകത്താൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത് കാണിച്ചത്. उसी अधिकार के साथ यीशु मसीह ने भी अपना काम को किया। ആകാശത്തെ അവൻ നിലനിർത്തി, സമുദ്രത്തെ നിലനിർത്തി, ഭൂമിയിലുള്ള അധികാരങ്ങളെ അവൻ നിലനിർത്തുവാനിടയായി. जो आसमान के जो अधिकार है और पृथ्वी के अधिकार और स्वर्ग का अधिकार सारा उन्होंने बनाए रखा। ഹല്ലേലൂയ. हालेलुया। സാക്ഷാൽ ദൈവപുത്രന് പോലും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ അഭിഷേകം ആവശ്യമായിരുന്നു എങ്കിൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ അഭിഷേകം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണ്. പ്രത്യേകം ഞങ്ങളെ കേൾക്കുന്ന വിശ്വാസികളാണ് നിങ്ങളെല്ലാവരും അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചു കാണും. എന്നാൽ
യേശുവിലുള്ള പൂർണ്ണ അഭിഷേകം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. जो सच्चे परमेश्वर जो यीशु मसीह जब परिशुद्ध पवित्र आत्मा से पूरी तरह जब अभिषेक और सामर्थ से भरा था, तो हम जो इंसान जो है परमेश्वर इसके जो बच्चे जो बोलते हैं, हम कितने उनसे भरा हुआ होना चाहिए. मतलब आप लोग पवित्र आत्मा से तो भरा हुआ है, अभिषेक पाया हुआ लोग है, लेकिन पूरी तरह आपको पवित्र आत्मा से और सामर्थ से भरना है. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അടയാളമാണ് അന്യഭാഷ. पवित्र आत्मा के अभिषेक का चिन्ह जो है वो है आपको अन्य भाषा जो बोलते हैं. എന്നാൽ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേദപുസ്തകം പറയുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ അളവ് കൂടാതെയല്ലോ പരിശുദ്ധാത്മാവിനെ നൽകി തരുന്നതെന്നാണ്. पवित्र आत्मा तो हर कोई पाया हुआ है, लेकिन पवित्र आत्मा को पूरी तरह पाने का मतलब है परमेश्वर ने हमें बोला है जो मुझे मांगने वालों को मैं पवित्र आत्मा कितना ज्यादा दूंगा. എന്നാൽ അളവ് കൂടാതെയുള്ള അഭിഷേകം നാം ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. वो बिना नाक का अभिषेक जो हमने अभी तक पाया नहीं. അതുകൊണ്ട് ആ യേശുവിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, യേശുവിൽ അധിവസിച്ച പരിശുദ്ധാത്മാവ്, ആ നിറഞ്ഞു കവിയുന്ന, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അവന് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ത് ചെയ്യും? ജീവജലത്തിന്റെ ഉറവകൾ അവനിൽ നിന്ന് നിറഞ്ഞു കവിയും. इसलिए यीशु मसीह ने बोला है जो प्यासा है वो मेरे पास आए, उसके अंदर से जो जीवन के जल जो है निकलेगा कर. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഉറവ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവനൊരു വിജയകരമായ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞത്. यीशु मसीह के अंदर से वो जो एक जो जीवन का जल जो है भर के निकला था, इसलिए वो पृथ्वी के अंदर एक जय का जीवन बिताया. യേശുവിന് ഇത് നല്ലതുപോലെ അറിയാമായിരുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി, നിറഞ്ഞു കവിയുന്ന ശക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാലും ആ ശക്തിയാലുമുള്ള ആ വലിയ അഭിഷേകം ശിഷ്യന്മാർക്കും ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കുവാൻ അല്ലെങ്കിൽ വിജയകരമായ ഒരു ജീവിതം ജീവിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം യേശുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. यीशु मसीह बहुत अच्छी तरह जानते थे कि एक पवित्र आत्मा की एक बहुत आयत की आशीष और सामर्थ्य अगर नहीं है तो अपने चेले लोग जो है इस पृथ्वी में नहीं रह पाएगा करके. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. इसलिए यीशु मसीह जो अपने चेलों को वायदा देता है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13, 14, 15, 16 വാക്യങ്ങളൊക്കെയും തുടർന്ന് വായിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയാണ്. जहाँ पे हम यूहन्ना समाचार उसका 14वां आयत अगर पढ़ के देखेंगे, उसका 18, 16, 18 सब पढ़ के देखेंगे तो हमें पता चलेगा अपने चेलों को वो और सामर्थ्य से भरने के लिए दृढ़ता देता है. പ്രത്യേകം 14-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു. खासकर जो 14वां अध्याय में बहुत ज्यादा पवित्र आत्मा के बारे में उनको समझाते हैं. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം यूहन्ना समाचार उसका 14वां अध्याय അതിന്റെ 18-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് അവൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. मैं तुम्हें अनाथ ना छोड़ूंगा करके उन्होंने वहाँ पे वायदा दिया, मैं तुम्हारे पास आता हूँ करके. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. मैं कभी तुम्हें अनाथ ना छोड़ूंगा. യേശുവിന് അറിയാമായിരുന്നു അവരെ അനാഥരായി വിട്ടു കഴിഞ്ഞാൽ അവരെ ക്ഷീണിച്ചു പോകും. यीशु मसीह जानते थे अगर उनको अनाथ छोड़ेगा तो वो कमजोर. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. इसलिए यीशु मसीह उनको समझाते हैं ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. मैं तुम्हारे पास आऊंगा. യേശു പോവുകയാണ് സ്വർഗ്ഗത്തിലേക്ക്, സ്വർഗ്ഗാരോഹണം ചെയ്ത് എടുക്കപ്പെടുകയാണ്. यीशु मसीह जब स्वर्ग में जा रहे थे ശിഷ്യന്മാരെല്ലാം വളരെ ഭാരപ്പെട്ടു, उनके चेले लोग നിരാശരായി. वो निराश हो गए. യേശു പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടുകളയില്ല, तो यीशु मसीह उनको वायदा दे रहे हैं कि मैं तुम्हें अनाथ ना छोड़ूंगा. ഞാൻ നിങ്ങളെ അടുക്കൽ വരും. मैं तुम्हारे पास आऊंगा. വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. मैं कोई और तरीके से मैं तुम्हारे साथ रहूंगा. അതിനുശേഷം അത് വ്യക്തമാക്കുവാൻ വേണ്ടി യേശു പറയുകയാണ്. उसको दृढ़ता और स्थिरता करने के യോഹന്നാൻ लिए 14-16 നമ്മൾ വായിച്ചാൽ, अगर यूहन्ना समाचार उसका 14 का ഞാൻ 16 में പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. और मैं पिता से विनती करूंगा और वो तुम्हें एक और सहायक देगा कि वो सर्वदा तुम्हारे साथ रहे. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങളെ അനാഥരായി വിടാതെ നിങ്ങളോട് കൂടെ വസിക്കേണ്ടതിന് പിതാവിനോട് ചോദിച്ചിട്ട് വേറൊരു രൂപത്തിലും വേറൊരു ഭാവത്തിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. इसलिए यीशु मसीह उनको दृढ़ता स्थिरता दे रहे हैं कि मतलब मैं तुम्हें अनाथ नहीं छोड़ूंगा, मैं तुम्हारे साथ सदा रहूंगा, लेकिन कोई और तरीके से तुम्हारे साथ रहूंगा करके उनको वायदा कर रहा है. ശിഷ്യന്മാരോട് പറയുകയാണ്. अपने चेलों को समझा, ശിഷ്യന്മാർക്കാണ് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. अपने चेलों को उन्होंने ये वायदा നിങ്ങൾ दिया. ആ ഭാഗം ശ്രദ്ധിക്കണം.
വിശ്വാസികൾ ആരും അവിടെ ഇല്ല, യേശു ക്രിസ്തു മാത്രമേ അവിടെ ഉള്ളൂ, പിന്നെ ശിഷ്യന്മാർ. वहाँ पे कोई विश्वासी लोग नहीं थे, यीशु मसीह और अपने चेले ही थे वहाँ। വിശ്വസിക്കുന്നവരെ വിശ്വാസികളെന്ന് വിളിക്കാം, അതിൽ തെറ്റില്ല. जो विश्वास करने वालों को विश्वासी എന്നാൽ യേശു വാഗ്ദത്തം കൊടുക്കുന്നത് ശിഷ്യന്മാർക്കാണ്. यीशु मसीह अपना जो वायदा दे रहे हो अपने चेलों को दे। അതെന്താണ് അങ്ങനെ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു വാഗ്ദത്തം കൊടുക്കുന്നത്? वो अपने चेलों को क्यों ये वायदा? നമ്മുടെ വേദപുസ്തകം ശരിക്കും മനസ്സിലാക്കണം. हमें परमेश्वर की वचन को अच्छी तरह समझना है। ഒരു വിശ്വാസിയായി ജീവിക്കുവാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. देखो विश्वासी बनकर रहने के लिए परमेश्वर ने हमें नहीं बुलाया। വിശ്വസിക്കുന്നവരെ വിശ്വാസികളെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. और जो विश्वास करने वालों को विश्वासी पुकारने में कोई गलत नहीं है। എന്നാൽ യേശു എന്താ പറഞ്ഞത്? लेकिन यीशु मसीह ने क्या बोला? മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. मत्ती रचित समाचार में हम वापस आएंगे, वहाँ में 28 का 19 को पढ़ेंगे। इसलिए तुम जाकर सब जातियों को लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो। യേശു പറഞ്ഞത് വിശ്വാസിയാക്കാനല്ല, ശിഷ്യനാക്കാൻ. यीशु ने विश्वासी बनाने के लिए नहीं बोला उनको, चेला बनाने के लिए बोला। യേശു ശിഷ്യന്മാർക്കാണ് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. यीशु मसीह अपने चेलों को बोला था, मैं तुम्हें अनाथ नहीं छोड़ूंगा। വിശ്വാസിയുടെ കുഴപ്പം വിശ്വാസി വിശ്വസിച്ചിട്ട് ചുമ്മാ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. विश्वासियों का कमजोरी ये है कि वो विश्वास करके घर में बैठा रहे। ശിഷ്യൻ അങ്ങനെയല്ല. ശിഷ്യൻ ഗുരുവിനെ വെളിപ്പെടുത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന, ഗുരു ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ. लेकिन चेला ऐसा नहीं है। चेला का मन के अंदर हमेशा ये इच्छा है कि अपने गुरु का गुण को प्रकट करे। ഇന്ന് നമ്മളെല്ലാവരും വിശ്വാസികൾ എന്നുള്ള പരിധി വിട്ടിട്ട് ശിഷ്യന്മാരെന്നുള്ളതായ അടുത്ത ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. हम लोग भी ऐसे जैसे अभी जो हम जहाँ है विश्वासी बन के बैठा हुआ है, वहाँ से एक कदम आगे बढ़ के हमें भी चेला बनना है। ശിഷ്യരാക്കിക്കൊള്ളുക. अपने चेला बनाओ। അപ്പം യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. यीशु मसीह अपने चेलों को बोल रहे, मैं तुम्हें अनाथ नहीं छोड़ूंगा। അതിനുശേഷം യേശു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, उसके बाद कहते हैं मैं तुम्हारे पास आऊंगा, വേറൊരു രൂപത്തിലും ഭാവത്തിലും വരും. लेकिन और कोई तरीके से। അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാഗ്ദത്തം വിശ്വാസികളോടല്ല, ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്. लेकिन ये वायदा जो दे रहे हैं वो अपने चेलों को दे रहे हैं, विश्वासियों को नहीं। അതുകൊണ്ട് നമ്മൾ ആ വിശ്വാസി എന്നുള്ളതായ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങി യേശു ക്രിസ്തുവിന്റെ ശിഷ്യനെ പോലെ ആയിത്തീരണം. इसलिए हमें भी क्या करना है, जो विश्वासी का जो जगह छोड़ के हमें भी चेलों के तरीके से निकल के आना। ആ ശിഷ്യനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി തരുന്നത്. उस चेले को पवित्र आत्मा കാരണം देती है, ശിഷ്യനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആവശ്യമുള്ളൂ. क्योंकि चेलों को पवित्र आत्मा की जरूरत है। വിശ്വാസി വന്നിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് വീട്ടിൽ പോകുന്നേ ഉള്ളൂ. विश्वासी क्या करेगा, वो आएगा, गाना गाएगा, आराधना करके वापस जाएगा। എന്നാൽ ശിഷ്യന് ഗുരുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. लेकिन चेले का काम है कि अपने गुरु का गुण को प्रकट അപ്പൊ അതെങ്ങനെയാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? वो कैसे प्रकट ഗുരു कराएगा? ചെയ്തതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. वो खाली वो जैसे गुरु ने उनके सामने जो किया था वो सारे उनको भी करना है। യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, यीशु अपने चेलों को ഞാൻ बताता പോകുന്നത് है, നല്ലത്. मेरा जाना अच्छा है। ഞാൻ പോവുകയാണെങ്കിൽ अगर मैं जाऊंगा എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാളും വലിയവ ചെയ്യുവാൻ കഴിയും. तो मेरे ऊपर विश्वास करने वाले आप लोग मेरे से बढ़कर काम करेंगे। അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിച്ചത് കർത്താവ് ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ അവർ ചെയ്യണമെന്നായിരുന്നു. तो यीशु मसीह भी ये चाहता था कि यीशु मसीह जो भी काम किया उसे बढ़कर अपने चेले लोग करें। ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യണം. चेले लोग हैं, यीशु मसीह जो काम किया उसे बढ़कर करें। അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിനുള്ളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അതേ അളവ് വേണമെന്ന് യേശു ആഗ്രഹിച്ചു. इसलिए उन्होंने ये चाहा है कि यीशु मसीह के अंदर जितना पवित्र आत्मा के नाप है उससे भी बढ़कर अपने चेलों के ऊपर होने ഇന്നും पाए। യേശുവിന്റെ ശിഷ്യനായി തീരുന്ന ഒരുത്തന് ദൈവം പരിശുദ്ധാത്മാവിന്റെ അളവ് യേശുവിൽ ഉള്ളതുപോലെ തന്നെ നൽകി തരും, അതിലധികമായി നൽകി തരും. अभी भी जो यीशु मसीह का जो चेले बनता है उनको यीशु मसीह के अंदर जितना पवित्र आत्मा है उससे बढ़कर देगा। കാരണം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് യേശു ചെയ്ത പ്രവൃത്തിയുടെ പൂർത്തീകരണം നാം ചെയ്യണമെന്നുള്ളതാണ്. क्योंकि पवित्र आत्मा हमें इसलिए देता है कि जैसे यीशु मसीह ने जो काम किया उससे बढ़कर या उसका पूर्ण रीति से वो काम होने के लिए हमें पवित्र आत्मा मिलता है। പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുക, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം, വിട്ടുപോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുക, ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് ഫില്ല് ചെയ്യുകയാണെന്ന് പൗലോസ് പറയുന്നത്.
क्योंकि पौल कहता है कि जो मैं यीशु ने जो काम करके छोड़ा है या ये जो काम रह गया है उसको पूर्ति करने के लिए मैं आगे बढ़ रहा हूँ. യേശു പ്രവർത്തിച്ചത് മെഗാ മീറ്റിങ്ങുകളെല്ലാം നടത്തുകയും അല്ലെങ്കിൽ യേശുവിൻ്റെ ഡിനോമിനേഷൻ്റെ പേര് വലുതാക്കുകയും അല്ലെങ്കിൽ അതിനകത്ത് പൊളറ്റിക്സ് കളിക്കുകയൊന്നും അല്ലായിരുന്നു. यीशु मसीह ने कभी ऐसा नहीं किया है कि वो अपने नाम को ऊंचा करे या अपने जो संगति को बढ़ाए या अपने कलीसिया को बढ़ाए करके कभी नहीं सोचा. യേശു ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത്. परमेश्वर यीशु मसीह जो है स्वर्ग राज्य की बढ़ोतरी के लिए उन्होंने काम किया. ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആത്മാക്കളുടെ നിറവാണ്. जो स्वर्ग राज्य की बढ़ोतरी तब है कि जब आत्मा की भरपूरी. ദൈവരാജ്യം വളരുക എന്ന് പറയുന്നത് ആത്മാക്കളെ കൊണ്ട് നിറയുക എന്നാണ്. स्वर्ग राज्य तब भरेगा जब आत्माओं से भरेगा. അതിനാണ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. उसके लिए यीशु मसीह ने पवित्र आत्मा अपने चेलों को അവരത് ചെയ്തു. उन्होंने वो किया. എന്നാൽ അതിനുശേഷം ശിഷ്യന്മാരിൽ നിന്നും അതിൻ്റെ അളവ് കുറഞ്ഞ് വിശ്വാസികളിലേക്കായി. लेकिन वहाँ से जो चेलों को जो मिला हुआ जो पवित्र आत्मा की नाप जो है वहाँ से कम होता गया. वहाँ से कम होते होते विश्वासियों तक पहुँचे. നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത്? आप लोगों से अगर कोई पूछे कि आप कौन है करके तो आप क्या बताओ? ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയാം, आप बोल सकते हैं कि അല്ലെങ്കിൽ ഞാനൊരു ദൈവവേദനാണെന്ന് പറയാം, नहीं तो मैं परमेश्वर का बच्चा हूँ. അല്ലെങ്കിൽ ഞാനൊരു ബെന്തിക്കോസുകാരനാണെന്നോ ഒരു കത്തോലിക്കനാണ് യാക്കോബയോ എന്നാലും നിങ്ങൾ പറയാം. नहीं तो कोई भी आप अपने डिनोमिनेशन का नाम लेके बोल सकते हैं. നിങ്ങൾ ആരെങ്കിലും ഞാൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? लेकिन कोई भी आपने कभी ऐसा सुना है कि बोले कि मैं यीशु मसीह का चेला हूँ? യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ പറയുന്നതെല്ലാം അവരെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണമായി അവരെ ശിഷ്യന്മാരാക്കുവിൻ, നിങ്ങളെപ്പോലെ ആക്കുവിൻ എന്നാ പറഞ്ഞു. यीशु मसीह ने अपने चेलों को ये समझाया था कि जैसे मैं तुम लोगों को बताया था समझाया था वैसे ही आप भी दूसरे लोगों को अपने चेला बनाओ. വിശ്വാസികളാക്കാൻ യേശു ആരെയും കുറിച്ച് പറഞ്ഞില്ല. यीशु ने कभी ऐसा नहीं बोला है कि तुम सबको अपने विश्वासी बनाओ. എന്നാൽ ദർശനം മാറിയ സഭ അവിടെ കടന്നു വന്ന ദൈവജനത്തെ വിശ്വാസികളാക്കി മാറ്റി. लेकिन दर्शन से हटा हुआ वहाँ के कलीसिया के लोग जो है वो अपने जो आने वाले लोगों को विश्वासी बना के रखते हैं. ശക്തമായി നമുക്ക് അവിടെ നിന്നൊന്ന് മടങ്ങി വരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. बहुत सामर्थ तरीके से हमें वहाँ से हटना है. നമുക്ക് ശിഷ്യന്മാരാണ്, യേശുവിന്റെ ശിഷ്യനാണ്. നിങ്ങളും ഞാനും യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരണം. मैं और आप हर लोग जो है यीशु मसीह के चेले बनना है. എന്നാൽ ഈ ഭൂമിയിലുള്ള പരിശുദ്ധാത്മാവ് വളരെയധികം സന്തോഷിക്കാനിടയാണ്. तो हमारे इस पृथ्वी के अंदर जो पवित्र आत्मा है वो बहुत खुश हो जाएगा. അവൻ നമ്മൾ അളവ് കൂടാതെ പകരുവാൻ ഇടയാകും. वो पवित्र आत्मा हमारे अंदर बहुत हाइट से भरने के लिए യേശു तैयार है. ചെയ്തതിനേക്കാളും വലിയവ ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയും. यीशु मसीह जो किया है उससे बढ़कर हम कर सकते हैं. നമ്മൾ മുകളിൽ കണ്ടതായ വാക്യം, हमने जो ऊपर देखा वो वचन जो है ആ വാക്യം നമ്മളെ മുകളിൽ കണ്ടതായ ആ വാക്യം, हमने ऊपर जो देखा वो वचन जो है ആ വചനത്തിന്റെ അത് നിറവേറിയത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. अब वो वचन का पूर्तिकरण तब वहाँ पे हुआ है कि प्रेरितों की किताब. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, यीशु ने अपने चेलों से बोला ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, मैं तुम्हें अनाथ नहीं छोड़ूंगा, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. मैं तुम्हारे साथ रहूंगा. ഹല്ലേലൂയ हालेलुया. എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് और वो वायदा देने के बाद യോഹന്നാൻ 14:16 അവൻ പറയുകയാണ്, यूहन्ना सुसमाचार उसका 14 का 16 में ഞാൻ कहता है, പിതാവിനോട് ചോദിക്കും, मैं पिता से मांगूंगा. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. मैं सच्चाई का वो आत्मा जो एक सहाय करता मैं तुम्हारे साथ हमेशा रहने के लिए परमेश्वर പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് തരും. मैं अपने पिता से लेके तुम्हें दूंगा. ഞാൻ വാങ്ങി തരുന്ന ആ കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം. वो जो मांग के तुम्हें देने वाला जो परमेश्वर का जो पवित्र आत्मा जो सहायक जो है हमेशा आपके साथ रहेगा. അതാണ് യേശുവിന്റെ ആഗ്രഹം. वो है यीशु मसीह का എന്നേക്കും इच्छा. ആ കാര്യസ്ഥൻ നമ്മളോട് കൂടെ ഇരിക്കണം. हमेशा वो सहायक हमारे साथ रहे. അവൻ യേശുവിനെ വഴി നടത്തിയതുപോലെ അത് അല്ലെങ്കിൽ അതിലപ്പുറമായി ഒരു അളവില്ല നമ്മെ വഴി നടത്തും. वो जैसे यीशु मसीह को वो सहायक जैसे चलाया था इससे बढ़कर बड़े सामर्थ के साथ हमें भी चलाए. ഞാൻ എൻ്റെ ഒരു ചിന്ത കടമെടുത്ത് പറയുകയാണ്. എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ചിന്ത പറയുകയാണ്. യേശുവിനെ നടത്തിയതുപോലെയല്ല, അതിലപ്പുറത്തായ ഒരു അത്യന്ത ശക്തിയാൽ ദൈവ പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തും. मैं अपने हिसाब से बता रहा हूँ, अपने मन की इच्छा बता रहा हूँ कि पवित्र आत्मा जो यीशु मसीह को जैसे चलाया था उससे बढ़कर हमें चलाने के लिए वो तैयार है. ആ പ്രവൃത്തി നിറവേറിയത് എവിടെയാണെന്ന് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അത് പൂർത്തിയായി. वो काम का पूर्ति तब कहाँ
वहाँ पे हुआ है कि प्रेरितों की किताब के अंदर നമ്മുടെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ സത്യത്തിന്റെ കാര്യസ്ഥൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് എന്നേക്കുമായി ഇറങ്ങി വന്നു. वो सर्वज्ञानी सर्वव्यापी सर्वशक्तिमान वो पवित्र आत्मा जो है हमेशा के लिए हमारे साथ रहने के लिए ऊपर से उतर के हमारे पास आए. യേശുക്രിസ്തു പിതാവിനോട് ചോദിച്ച് ആ നല്ല കാര്യസ്ഥനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. यीशु मसीह अपने पिता से मांग के वो अच्छा सहायक को हमारे पास भेजा. ഇനി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലായിട്ട് അവൻ എന്നേക്കുമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. अब हमें ये प्रार्थना करने की जरूरत नहीं है कि पवित्र आत्मा स्वर्ग से उतराओ करके, क्योंकि അവൻ हमेशा हमारे साथ है. അവൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. वो इस पृथ्वी में ही है. ആമേൻ, ഹല്ലേലൂയ. അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ കാന്തയായിരിക്കുന്ന സഭയുമായി പതിനായിരങ്ങളിൽ സുന്ദരനായ അവനോട് സഭയെ രൂപസാദൃശ്യമാക്കി പരിശുദ്ധാത്മാവ് മധ്യാകാശത്തിൽ മണവാളനെ എതിരേൽപ്പാൻ വാനമണ്ഡലത്തിലേക്ക് പോകത്തുള്ളൂ. അതുവരെയും പരിശുദ്ധാത്മാവ് ഇവിടെ തന്നെ ആയിരിക്കും. अब वो जो आखिरी तुर्फी जब फूका जाएगा तब उस समय जो है सर्वशक्तिमान जो हमारा दूल्हा जो है सर्वशक्तिमान सर्वांग सुंदर यीशु मसीह के साथ हमारे कलीसिया को मिलाने के समय तक वो हमारे रूपांतर करके हमें भी परमेश्वर के पास ले जाके उस स्वर्ग में ले जाने तक हमारे साथ रहेगा. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഈ ഭൂമിയിലെ പ്രവൃത്തി അതാ. പതിനായിരങ്ങളിൽ സുന്ദരനായിരിക്കുന്ന കർത്താവിനെ പോലെ അവന്റെ മണവാട്ടിയെ സുന്ദരിയാക്കുക. पवित्र आत्मा का इस पृथ्वी का काम ही यही है कि हमें और सुंदर बनाए ताकि हम यीशु मसीह के साथ जाने पाए. ഹല്ലേലൂയ. അതിന്റെ ആ പ്രവൃത്തി അവൻ ഇവിടെ ചെയ്യുന്നത്. वो काम वो यहाँ पे कर रहा है. ആമേൻ. അപ്പൊ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഭൂമിയിലാണ്. ഇനി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. वो इसलिए वो हमेशा हमें हमारे साथ पवित्र आत्मा इस पृथ्वी में अब स्वर्ग से आने की जरूरत नहीं है. യേശു പറഞ്ഞത് അവൻ ചെയ്തു. यीशु ने जो बोला है वो उन्होंने कर दिया. പെന്തക്കോസ്ത് നാളിൽ അവൻ പിതാവിനോട് പരിശുദ്ധാത്മാവായ നമ്മുടെ കാര്യസ്ഥനെ ചോദിച്ച് ഈ ഭൂമിയിലേക്ക് ശിഷ്യന്മാരിലേക്ക് അവൻ അയച്ചു. उस पेंतकोस्त के दिन जो है यीशु मसीह जो है अपने पिता से मांगा वो जो सर्वशक्तिमान सामर्थ जो है पवित्र आत्मा की सामर्थ वो सहायक जो है अपने चेलों को दे दिया. ആ അത്യന്ത ശക്തി ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. वो सर्वशक्ति जो है हमारे साथ रहता है. അതിനെ നാം പ്രാപിക്കേണ്ട രീതിയിൽ പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മെ സഹായിക്കുവാനിടയാകും, നമ്മെ നടത്തുവാനിടയാകും. तो जैसे हमें पाना है वैसे अगर पाएंगे तो हमें सहायता करेगा और आगे लेके चलेगा. ആ ഇംഗ്ലീഷിലൊക്കെ മറ്റുള്ള ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഒരു സഹായി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. इंग्लिश में भी हर अलग अलग भाषा में जब भी देखो तो सहायक के बारे में लिखा അവൻ എങ്ങനെയാണ് ഒരു ശിഷ്യനെ സഹായിക്കുന്നത്? वो कैसे एक चेले की सहायता करता है. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു ശിഷ്യനെ അല്ലെങ്കിൽ വിശ്വാസി, നിങ്ങൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, വിശ്വാസി എന്നുള്ള പദത്തിനേക്കാളും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ശിഷ്യൻ എന്നാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു ശിഷ്യനെ സഹായിക്കുന്നത്? पवित्र आत्मा एक चेले की सहायता विश्वासी से बढ़कर एक चेले की सहायता कैसे करे? പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി രക്ഷിക്കപ്പെടാത്ത ജനങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷ അല്ലെങ്കിൽ വീണ്ടും ജനനമാണ്. पवित्र आत्मा का काम ये है जो यीशु मसीह को नहीं जानता है या जो उद्धार नहीं पाया वो लोगों को उद्धार में लाए, उनका मन फिरावट में लाए. യേശുവിനെ അറിയാത്തവരിലേക്ക് രക്ഷയിലേക്ക് അവരെ വഴി നടത്തുക അല്ലെങ്കിൽ വീണ്ടും ജനനത്തിലേക്ക് അവരെ വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ പ്രവൃത്തി. അത് ശിഷ്യന്മാരോടല്ല, യേശുവിനെ അറിയാത്തവരെ കുറിച്ചുള്ള. जो पवित्र आत्मा का पहला काम ये है जो यीशु मसीह को नहीं जानता है उनको यीशु मसीह को जानने लायक लेके आए या उनको मन फिरावट में या उद्धार में लेके आए. എന്നാൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? लेकिन पवित्र आत्मा एक चेले के अंदर रहते हुए क्या करता है? ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയും നമ്മുടെ ഉള്ളിൽ ശക്തി പകരുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉന്തൽ നൽകുക, നമ്മളെ പ്രലോഭിപ്പിക്കുക, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. लेकिन एक चेले के अंदर पवित्र आत्मा रहते हुए क्या करता है? वो हमें और पवित्र बनाने के लिए परमेश्वर के राज्य के लिए और काम करने के लिए हमें सामर्थ्य देने में वो सहायता करता है. ഒന്നാമത് അവൻ നമ്മളെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും. पहले हमें पवित्र आत्मा क्या करेगा? पवित्र जीवन बिताने के लिए. ദൈവത്തിന്റെ ആത്മാവിന്റെ പേര് തന്നെ പരിശുദ്ധ ആത്മാവെന്നാണല്ലോ. परमेश्वर का आत्मा का नाम ही पवित्र आत्मा है. വിശുദ്ധിയുടെ ആത്മാവ്. वो पवित्रता की आत्मा. വിശുദ്ധിയുടെ ആത്മാവ് വിശുദ്ധി ഉള്ള ഇടത്തെ ഇരിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. वो पवित्र आत्मा जो है पवित्र जगह में ही बैठेगा. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന എല്ലാ അശുദ്ധിയെയും അവൻ എന്ത് ചെയ്യും? കുറേശ്ശെ ആയിട്ട് മാറ്റി നമ്മളെ ഒരു വിശുദ്ധനാക്കി മാറ്റും. അതാണ്
ഒരു ശിഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി. एक चेले के अंदर जब पवित्र आत्मा आते हैं तो सबसे पहले वो ये करता है कि उसके अंदर की कमी घटियों को हटा के उसको बहुत पवित्र बनाए. പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ അല്ലെങ്കിൽ യേശുവിന് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ കഴിയുന്ന നിലകളിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലൊക്കെയും കിടക്കുന്നതായ അശുദ്ധികളെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരികയും അവകളെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുമ്പോൾ ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാനിടയാണ്. जब पवित्र आत्मा हमारे अंदर आता है तो यीशु मसीह हमारे जीवन के हमारे दिल में रहने लायक हमारे अंदर की सारे कमी होटियों कटियों को हटाएगा. जो हमारे दिल की गहराई में जो भी गुप्त बात है हम नहीं जानते अनजाने में जो भी पाप है सबको हटा के पिता पुत्र पवित्र आत्मा जो परमेश्वर की वायदा है वो तीनों मिल के हमारे दिल में वास करने लायक हमें रूपांतर करें. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, इसलिए यीशु मसीह ने बताया ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും. मैं तुम्हारे अंदर वास करूंगा. പൗലോസ് അതിനെ എടുത്തു പറയുകയാണ്, पौलुस को उठाकर कहता നിങ്ങൾ है ദൈവത്തിന്റെ ആലയമാകുന്നു. आप परमेश्वर के मंदिर हो. ആമേൻ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നതാര ദൈവമാണ്. तो परमेश्वर के मंदिर में कौन वास करेगा? परमेश्वर. ഏത് ദൈവം വസിക്കുന്നു? कौन सा परमेश्वर? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. जो पिता पुत्र पवित्र आत्मा का त्रित्व जो परमेश्वर का जो रूप जो है वो वास करेगा. ആ ദൈവം വസിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം നമ്മളിൽ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അതിനെയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധനായ ദൈവം നമ്മളിൽ വസിക്കുവാൻ നമ്മളിലുള്ള അശുദ്ധിയെ മാറ്റി നമ്മളെ വിശുദ്ധരാക്കി മാറ്റുകയും നിരന്തരമായി പുറത്ത പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിലനിർത്തുകയും ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് ഒരു ശിഷ്യന്റെ ഉള്ളിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി. वो पवित्र परमेश्वर जो तृप्त परमेश्वर जो हमारे दिल के अंदर रहने लायक है हमें पवित्रता में लेके आने का काम पवित्र आत्मा करता है. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി അത് കുറവാണെന്ന് അംഗീകരിച്ചു കൊടുത്ത് നാം അതിനെ വിട്ടുകളയുവാൻ തയ്യാറാണ്. जब पवित्र आत्मा में जब सिखाता है कि हमारे अंदर की कमी घटियों को हटाने के लिए समझाता है तो हमें उसको स्वीकार करके हमारे कमी घटियों को हटाना है, उससे अलग होना है. കാര്യസ്ഥൻ, സഹായി എന്നാണല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. पवित्र आत्मा का दूसरा नाम है कि हमारा सहायक. തെറ്റുകളെയും കുറവുകളെയും ചൂണ്ടിക്കാണിച്ച് നമ്മളെ സഹായിക്കുക. जो हमारे कमजोरियों को कमी घटियों को दिखा के हमें हमारी सहायता करता है. തെറ്റുകളും കുറവുകളും നമ്മിൽ നിന്ന് എടുത്തു കളയുന്നത് പരിശുദ്ധാത്മാവല്ല, നാം അത് ചെയ്യേണ്ടിയത്. लेकिन हमारे कमी घटियों को हटाना का काम हमारा ही है. കാരണം നമ്മുടെ ഇഷ്ടത്തിനാണ് ദൈവം അത് വിട്ടു തന്നിരിക്കുന്നത്. क्योंकि वो परमेश्वर ने हमारी इच्छा के लिए छोड़ा ഇത് है. തെറ്റാണെന്ന് ദൈവം നമ്മളെ കാണിച്ചു തരും. वो गलत है करके परमेश्वर हमें നിനക്ക് बताएगा. താല്പര്യം ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അത് നിനക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിനക്ക് വിട്ടുകളയാം. अगर आपको इच्छा है तो वो स्वीकार करें, नहीं तो उसको त्याग करें. അനേകരും അവരുടെ ഹൃദയങ്ങളിൽ അതെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. बहुत लोग अपने दिलों में वो रखते हैं. തെറ്റാണ്, കുറ്റമാണ്, പാപമാണെന്ന് മനസ്സിലായിട്ട് പോലും അതിനെ സ്നേഹിക്കുക ദൈവത്തെക്കാൾ. वो ये गलत है पाप है करके वो समझते हैं, फिर भी वो उससे बढ़कर परमेश्वर से बढ़कर उसी को ही प्यार करते हैं. പരിശുദ്ധാത്മാവ് അത് കാണിച്ചു തരുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് മാറ്റിക്കളയുവാനാണ്. पवित्र आत्मा में इसीलिए वो दिखाता है कि हम अपने जीवन से उसको हटाएं. അവൻ സഹായിയാണ്, वो सहायता ഈസ് करता എ है, ഗൈഡ്. वो हमें गाइड करता അവൻ है, നമ്മളെ അഗുവായി ചെയ്യുക, നടത്തുകയാണ്. वो हमें आगे अगुवाई करता है. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെ ഉണർത്തി ആ ഓരോ തെറ്റുകളും നമ്മൾ വിട്ട് മുമ്പോട്ട് പോകുവാൻ, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളോട് പറയും. हमारे अंदर की सारे कमी घटियों को हमारे पापों को हटा के आगे चलने के लिए हर दिन जो पवित्र आत्मा हमारी सहायता करता है और समय समझाता है. അത് മാറ്റിക്കളയേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ നാം എടുത്തു കളയേണ്ടത് നാമാണ്. लेकिन हमारे कमी घटियों से अलग होना या हमारे पापों से अलग होना वो हमारा ही काम है. അത് ദൈവം ചെയ്യുന്നില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവം അത് ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കേണ്ടി വരും. आप कभी गलत मत समझिए कि परमेश्वर हटाएगा करके, परमेश्वर कभी नहीं करेगा, ये काम आपका है. ദൈവം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കത്തേ ഉള്ളൂ. परमेश्वर हमारी गलतियों को हमें दिखाएगा, അതിനെ എടുത്തു കളയുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയേണ്ടത് നാമാണ്. उसको उसमें से अलग होना या उसको वहाँ हमारे दिल से निकालना वो हमारा काम है. അങ്ങനെ ഓരോന്നും നാം നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് ഉപയോഗമല്ലാത്ത, ഇഷ്ടമല്ലാത്ത ഓരോ കാര്യങ്ങളെയും നാം എടുത്തെടുത്ത് മാറ്റുമ്പോഴാണ് നാം വിശദീകരിക്കപ്പെടുന്നത്.
हम पवित्र हमारे जीवन में ऐसे हो गए कि परमेश्वर के विरुद्ध का जो काम जो है या पाप जो है हम अपने जीवन से हर दिन हटाते रहे। അത് ഏതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അതിനനുസരിച്ച് ദൈവത്തിന്റെ ശക്തി അഭിഷേകം നമ്മളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കും. हम जब उसको हटाते जाएंगे, हम पवित्र होते जाएंगे, तो परमेश्वर हमारे जीवन में कार्य करेगा और हमें पवित्र बनाएगा। ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സേവനത്തിന് വേണ്ടിയാണ് ആ ശക്തി പറഞ്ഞിരിക്കുന്നത്. സേവനം, ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് ആ ആത്മാവിന്റെ ശക്തി നമ്മേൽ പകർന്നിരിക്കുന്നത്. दूसरी बात है कि परमेश्वर के राज्य के लिए काम करने के लिए या परमेश्वर की सेवकाई करने के लिए परमेश्वर ने हमें पवित्र आत्मा दिया। പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു, രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നു. पहले मैंने बोला जब पवित्र आत्मा हमारे जीवन में आएगा तो सबसे पहले हमें उद्धार मिलेगा। യോഹന്നാൻ എഴുതിയ സുവിശേഷം यूहन्ना रचित सुसमाचार അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. उसका 16वां अध्याय का कुछ भाग को हम पढ़ेंगे। യോഹന്നാൻ 16-ന്റെ 8 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യം. यूहन्ना रचित सुसमाचार उसका 16 का 8 से लेकर। ഹിന്ദിയിൽ വായിച്ചാൽ ആദ്യം. और वो आकर संसार को पाप और धार्मिकता और न्याय के विषय में निरंतर करेगा। पाप के विषय में इसलिए कि वे मुझ पर विश्वास नहीं करते, और धार्मिकता के विषय में इसलिए कि मैं पिता के पास जाता हूँ और तुम मुझे फिर ना देखोगे। न्याय के विषय में इसलिए कि संसार का सरदार दोषी ठहराया गया है। ആമേൻ. ഇവിടെ നമുക്ക് വായിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. और वो आकर संसार को पाप और धार्मिकता और न्याय के विषय में निरुत्तर करे। എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പാപം? हमने बताया वह पाप क्या है। അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്ത വചനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാപമല്ല കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. उसका विवरण है अगले वचन में जो लिखा है। അവിടെ എഴുതിയിരിക്കുന്നത്, അവർ എന്നിൽ വിശ്വാസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. पाप के विषय में इसलिए कि वो मुझ पर विश्वास नहीं करते। അപ്പൊ ഏത് പാപത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്? तो कौन से पाप के बारे में पवित्र आत्मा हमें जताएगा? യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് വിശ്വസിക്കാതിരിക്കുന്നതാണ് അവിടെ പാപമായിട്ട് പറഞ്ഞിരിക്കുന്നത്. वहाँ का पाप सबसे बड़ा पाप ये है कि यीशु मसीह है हमारा रक्षक और उद्धार करता है करके नहीं मानना, वो है पाप। പല മീഡിയേറ്റേഴ്സിനെയും പിടിക്കുകയും പലരോടും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പലരെയും മീഡിയേറ്റേഴ്സായി കൊണ്ടുവരികയും ഇടനിലക്കാരായി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന പാപമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ये वहाँ पे जो है कि हमारे प्रार्थना के लिए कोई बहुत सारे बिचवाई करने वाले लोगों को ढूंढना और उनके द्वारा प्रार्थना करना, ये सारी बातें पाप करके हम बता रहे हैं। കഥാ പറഞ്ഞില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. यीशु ने कहा है कि रास्ता और जीवन मैं ही हूँ। പത്രോസ് പറഞ്ഞു, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. क्योंकि पतरस ने कहा है कि यीशु मसीह के नाम के अलावा तुम्हें रक्षा देने के लिए, कोई उद्धार देने के लिए कोई और नाम नहीं है। പൗലോസ് പറയുന്നു, വേറൊരു രക്ഷകനില്ല, വേറൊരു മീഡിയേറ്റർ ഇല്ല, നമുക്ക് ഏക രക്ഷകനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. पौल हमें बताता है कि कोई और उद्धारकर्ता नहीं है, एक ही उद्धारकर्ता वो यीशु मसीह है। ഇത് ഗ്രഹിക്കാതെ പോകുന്നതിനെ കുറിച്ചാണ് യേശുക്രിസ്തു പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പാപത്തെ കുറിച്ചുള്ള പൂർണ്ണ ബോധം, യേശു ഒരുവൻ മാത്രമേ രക്ഷകൻ എന്നുള്ള ബോധം പരിശുദ്ധാത്മാവ് വരുത്തുന്നു. ആദ്യത്തെ പ്രവർത്തി. जो यीशु मसीह रक्षक या उद्धारकर्ता करके नहीं मानना, वो है सबसे बड़ा पाप। ഹല്ലേലൂയ. അടുത്ത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. और धार्मिकता के विषय में इसलिए कि मैं पिता के पास जाता हूँ और तुम मुझे फिर ना देखोगे। ഹല്ലേലൂയ. നീതി, കർത്താവ് ചെയ്തത് അതുപോലെ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. परमेश्वर यीशु मसीह ने जो काम किया है उसको वैसे ही करना, उसको कहते हैं धार्मिकता। അടുത്ത്, ഈ ഭൂമിയിൽ മനുഷ്യനെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മനുഷ്യനെ നാശത്തിലേക്ക് തിരിക്കുവാൻ പരിശ്രമിക്കുന്ന പിശാചിന് ഒരു ന്യായവിധി ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. तीसरी बात ये है कि जो लोगों को जो परमेश्वर के पास जाने के बजाय वो गलत कामों में जाने के लिए जो उकसाता है, उसको उकसाने वाला उस शैतान को परमेश्वर ने एक न्याय रखा हुआ। അപ്പൊ അവന്റെ കൂടെ പോകുന്നവരും ആ ന്യായവിധിയിൽ ചെന്ന് ചേരുമെന്നാണ് അർത്ഥം. इसका मतलब ये है कि उसके साथ चलने वाले हर कोई जो उस न्याय में पहुंच അപ്പൊ जाए। ആ ന്യായവിധിയെ കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരും. उस न्याय के दंड के समय के बारे में भी पवित्र आत्मा में याद दिलाएगा। അപ്പൊ മൂന്ന് കാര്യം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു?
രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ വേണ്ടി മാനവജാതിക്ക് ബോധം വരുത്തും. तो पवित्र आत्मा हमें सबको जो ये याद दिलाएगा कि पाप और धार्मिकता और न्याय के बारे में उनके दिलों को खोलेगा और समझाएगा. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ഭാഗം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും രക്ഷിക്കപ്പെടാത്ത ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. पवित्र आत्मा का सबसे महान काम ये है कि पाप और धार्मिकता और न्याय के बारे में जो उद्धार में नहीं आया वह लोगों को समझाना. കുറ്റബോധമുള്ളവരാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക. और उनके मन के अंदर एक समझाने लायक एक दिल डालना. കാരണം ഇത് മനുഷ്യനല്ല ബോധ്യപ്പെടുത്തേണ്ടത്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് അവനെക്കുറിച്ച് അവനായിരിക്കുന്ന യാഥാർത്ഥമായ അവൻ്റെ അവസ്ഥയെക്കുറിച്ച്, അവന് നഷ്ടപ്പെട്ട പറുദീസയെക്കുറിച്ച്, അവൻ ഇപ്പോഴായിരിക്കുന്ന പാപ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അവനത് മനസ്സിലാകത്തില്ല. अगर पवित्र आत्मा किसी को ऐसा याद ना दिलाए कि वो अभी कहाँ पे है करके, कौन सी जगह में वो था और आप कहाँ है करके उनको ना समझाए तो वो नहीं समझ में आएगा. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പാപത്തിന്റെ പാപപങ്കുലമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും पवित्र आत्मा सबसे पहले ये याद दिलाता है कि पाप की अवस्था को, ദൈവത്തിന്റെ നീതിയുടെ മാനദണ്ഡത്തിൽ നിന്നും നാം എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും परमेश्वर की उस धार्मिकता की उस अवस्था से हम कितना हट गया करके हमें समझाएगा. അങ്ങനെ മാറിപ്പോയിരിക്കുന്ന മനുഷ്യന് നേരിടേണ്ടതായ ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം കൊടുക്കും. वैसे हट जाने वाले हर एक इंसान को एक न्याय के उस सिंहासन के जाना पड़ेगा करके भी उनको समझाएगा. ഒരു പുതിയ മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്. एक परमेश्वर को नहीं जाना हुआ, यीशु मसीह को नहीं जाना हुआ एक व्यक्ति का जीवन के अंदर का पहले पॉइंट को हमने രണ്ടാമത് അതിനെ തുടർന്ന് ആ വ്യക്തിക്കുള്ളിൽ പരിശുദ്ധാത്മാവ് മാനസാന്തരവും ആത്മീയ പുനർജീവനും ഉണ്ടാക്കുന്നു. उसके बाद उस व्यक्ति के अंदर परमेश्वर के पवित्र आत्मा जो है एक मन फिरावट और आत्मिक जीवन की तरीके से एक दोबारा दूसरा जन्म देता है. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കുള്ളിൽ ये समझने वाले एक व्यक्ति के പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പൂർണ്ണമായി ബോധം വരുന്ന ഒരു വ്യക്തിക്കുള്ളിൽ पाप के बारे में, धार्मिकता के बारे में और न्याय के बारे में जिनके अंदर पूरी तरह समझ आ जाता है. അയ്യോ ഞാൻ പാപിയാണെന്നുള്ള ബോധം കൊണ്ടുവന്ന് ഞാനൊരു ദൈവവേദനായിരുന്നല്ലോ, ഞാൻ എൻ്റെ വീട് വിട്ടുകളഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ നന്മ വിട്ടുകളഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് അതാണ് മാനസാന്തരം. एक व्यक्ति के अंदर है कि अरे मैं पाप किया हूँ, मैं कहाँ था और कहाँ हूँ करके एक मन के अंदर एक चित्त देने वाला वो अवस्था. ആ മനസ്സാന്തരത്തിന്റെ മനസ്സിന്റെ അകത്തൊരു അന്തരമുണ്ടാക്കി ഒരു വ്യത്യാസമുണ്ടാക്കി. उस दिल के अंदर एक रूपांतर लाके മാത്രമല്ല അവന് പുനർജീവൻ കൊടുക്കുകയാണ്. ये काफी नहीं, उनको एक नया जीवन भी അവനെ മടങ്ങി വരവിലേക്ക് വിളിക്കുകയാണ്. उनको एक वापस आने का പുനർജീവൻ എന്നിവിടെ അർത്ഥമാക്കുന്നത് उनका पुनरुत्थान का मतलब ये है ആത്മീയപരമായി വീണ്ടും ജനിക്കുക എന്നാണ്. आत्मिक तरीके से फिर से जीना, അല്ലെങ്കിൽ പുതിയ രൂപം പ്രാപിക്കുക, नहीं तो एक नया रूप प्राप्त करना, വീണ്ടെടുക്കപ്പെടുക उनको वापस लाना. എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ये इसका मतलब. നമുക്ക് അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാം. उसके लिए एक आयत को पढ़ेंगे. തീത്തോസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. तीतुस की किताब उसका 3रा अध्याय के 5 से 7 तक पढ़ेंगे. തീത്തോസ് 3-ന്റെ 5 മുതൽ 7 വരെ. तीतुस 3 का 5 से 7. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമ്മെ അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. ഒന്നാമത്തെ വാക്യം വായിച്ചു. तो उसने हमारा उद्धार किया और ये धर्म के कामों के कारण नहीं जो हमने आप किए, पर अपनी दया के अनुसार नए जन्म के स्नान और पवित्र आत्मा के हमें नया बनाने के द्वारा हुआ. 6-ാമത്തെ വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന അവകാശികളായി തീരേണ്ടതിന് പുനർസ്നാനം കൊണ്ടും. 7, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. जिसे उसने हमारे उद्धारकर्ता यीशु मसीह के द्वारा हम पर अधिकाई से उंडेला, जिससे हम उसके अनुग्रह से
धर्मी ठहरकर अनंत जीवन की आशा के अनुसार वारिस बने। കാരണം അപ്പം മാനസാന്തരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പുനർജീവൻ ഉണ്ടാകുന്നത് നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. जब हमें रूपांतर तब आता है या पुनरुत्थान तब मिलता है कि हम यीशु मसीह में विश्वास किया। നാം നോക്കുമ്പോൾ വളരെ ഒരു സിമ്പിളായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അതിന് വലിയ എന്താ പറയുന്നത്, അതിന് വലിയൊരു ഇത് പറയാൻ നോക്കത്തില്ല, ഒരു സാധാരണ പ്രവൃത്തിയെ വിശ്വസിക്കുക. ये जो काम जो है एक साधारण काम है। യേശു ഇത് ചെയ്തു, യേശു എനിക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പൂർണ്ണമായി മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. यीशु मसीह ने मेरे लिए किया करके आप दिल के अंदर विश्वास करें। പക്ഷെ സ്വർഗത്തിൽ അതിന് വലിയ 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 വെയിറ്റ് ഉണ്ട്. लेकिन स्वर्ग के अंदर उसके लिए बहुत बड़ा दाम है। ആ ഒറ്റ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കരുണ മുഴുവൻ വെളിപ്പെടുകയാണ് നമ്മളെ. उस विश्वास के ऊपर परमेश्वर की पूरी करुणा हमारे ऊपर आता है। അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നാം ചെയ്ത നീതി പ്രവർത്തികളല്ല, തന്റെ കരുണപ്രകാരം അത്രേ വിശ്വസിച്ചത് രക്ഷിച്ചത്. ये वो इसलिए कि हमारा कोई धार्मिकता की काम की वजह से नहीं है, परमेश्वर की करुणा से है। അപ്പൊ യേശുക്രിസ്തുവിൽ ഇവനാണ് എന്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന ഒറ്റ വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുകയാണ്. तो यीशु मसीह के ऊपर विश्वास करने वालों के ऊपर परमेश्वर की करुणा बहते हैं। നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർസ്നാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? സ്നാനം കൊണ്ട് നാം സ്നാനപ്പെടുമ്പോൾ അതുകൊണ്ട് നമ്മളെ പുനർജീവിപ്പിച്ചിരിക്കുക. इससे हमें उसके अनुग्रह से धर्मी ठहरकर अनंत जीवन की आशा के अनुसार वारिस बनाए। അത് മാത്രമല്ല, അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ദൈവം രക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ പുനർജീവനിലേക്ക് പുതിയ ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ മാറ്റിയിരിക്കുക. उस पवित्र आत्मा की उस बिना नाप वाली उस सामर्थ से परमेश्वर ने हमें आशीष किया। ഹല്ലേലൂയ. हालेलुया। എഫേസ്യ ലേഖനം 2:1 അങ്ങനെ എഴുതിയിരിക്കുന്നു, एफेसी की किताब उसका 2:1 में ऐसे लिखा है, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ये उसने तुम्हें भी जिलाया जो अपने अपराधों और पापों के कारण मरे हुए थे। ആമേൻ. आमीन। യോഹന്നാൻ 6:63 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. तो आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं। जो बात मैंने तुमसे कहे है वे आत्मा है और जीवन भी है। ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവിനാലാണ് നാം ജീവിക്കപ്പെടുന്നത്. तो पवित्र आत्मा के द्वारा ही हम जीवित रहते हैं। അതിക്രമങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും മരിച്ചവരായ നമ്മയും അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. हमें और अपराध और पापों के कारण मरे हुए हमें भी उन्होंने जिलाया। ആരാൽ ഉയർപ്പിക്കപ്പെടുന്നു? പരിശുദ്ധാത്മാവിനാൽ ഉയർപ്പിക്കപ്പെടുന്നു. किसके द्वारा हमें जिलाया है? पवित्र आत्मा के द्वारा। ജീവിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. जो जिलाता है वो पवित्र आत्मा के द्वारा। ഹല്ലേലൂയ. हमें ഹല്ലേലൂയ. हालेलुया। അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യാണ്? പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും പുനർജനിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരികയാണ്. पवित्र आत्मा हमें उस पाप की अवस्था से हमें एक पुनर्जीवन देता है। അത് മാത്രമല്ല, वो काफी नहीं, നാം ആ പാപത്തിന്റെ ന്യായവിധിയായിരിക്കുന്ന അന്ത്യ മരണം അല്ലെങ്കിൽ നിത്യ മരണത്തിന്റെ ശക്തിയിൽ നിന്നും പരിശുദ്ധാത്മ നമ്മെ വിടുവിക്കുകയാണ്. ये काफी नहीं है, हमें जो उस पाप के जो दंड जो मृत्यु है उस अनंत मृत्यु से पवित्र आत्मा में बचाता है। ആമേൻ. ഹല്ലേലൂയ. അത് റോമലേഖനം റോമർ 8:2. रोमियो की किताब उसका 8:2 में हम पढ़ेंगे, क्योंकि जीवन की आत्मा की व्यवस्था ने मसीह यीशु में मुझे पाप की और मृत्यु की व्यवस्था से स्वतंत्र कर दिया। हमें ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. जीवन की आत्मा की व्यवस्था मसीह यीशु में मुझे पाप की और मृत्यु की व्यवस्था से अलग किया। ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നോക്കണേ, നാം ആ മരണത്തിന്റെ നിത്യ മരണത്തിന്റെ അല്ലെങ്കിൽ നിത്യ ആ ശിക്ഷാവിധിയുടെ ശക്തിയിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കി വെച്ച് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തെ എടുത്തു കളഞ്ഞിട്ട് ജീവന്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ വരുത്തുകയാണ്. पवित्र आत्मा हमें जो अनंत जो मृत्यु है वहाँ से हटा के जो है अनंत जीवन के उस स्थिर जगह में हमें लेके आता है। യേശുക്രിസ്തുവിൽ കൂടെ വലിയൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരികയാണ്. यीशु मसीह के द्वारा हमें वो बहुत एक स्वतंत्रता हमें देता है। ആമേൻ. ഹല്ലേലൂയ. हालेलुया। നമ്മൾ കണ്ടു, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ്
അല്ലെങ്കിൽ ഒരു 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 ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയെല്ലാമാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 3 പോയിന്റുകൾ. हमने हमें देखा है कि जो यीशु मसीह को नहीं जानने वाले एक अविश्वासी व्यक्ति के अंदर पवित्र आत्मा कैसे कार्य करता है करके 3 बातों को हमने सीखा. ഇനിയും പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്കുള്ളിൽ വസിച്ചുകൊണ്ട് വേറൊരു വലിയ കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കി അവസാനിപ്പിക്കാം. अभी भी पवित्र आत्मा उनके साथ रहते हुए और भी बातें करता है. രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. उस उद्धार का जो दृढ़ता जो है वो पवित्र आत्मा हमारे दिल के अंदर डालता है. ആമേൻ. നമ്മുടെ ആ രക്ഷ അത് ഉറപ്പുള്ള കാര്യമാണ്, ഒരിക്കൽ മാറാത്ത കാര്യമാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് നൽകും. वो उद्धार जो है कभी हटेगा नहीं, वो स्थिर है करके पवित्र आत्मा में समझाया. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. रोमियो की किताब उसका 8:16. നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. आत्मा भी हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान हैं. എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ദൈവ പൈതലാണ്. परमेश्वर पवित्र आत्मा हमें सदा ये बातें करते रहते हैं कि तुम परमेश्वर के संतान നീ ദൈവത്തിന്റെ പൈതലാണ്, परमेश्वर की संतान നീ ദൈവത്തിന്റെ പൈതലാണ്. परमेश्वर की ഒരു संतान. പ്രശ്നം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, കടഭാരം വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശരിക്കും പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാ ഭാരപ്പെടുന്നത്, ദൈവ പൈതലാണ്. जब आपके सामने जो दुख, परेशानी, संकट, कर्ज की उस परेशानी जब सामने आता है तो पवित्र आत्मा आपको ये बता रहे हैं कि डरने की जरूरत नहीं, तुम परमेश्वर की संतान है. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നു? कितने लोग ये समझ सकते हैं? ഞാൻ പറയട്ടെ, 100-199 പേര് ഇത് മനസ്സിലാക്കുന്നില്ല. मैं अगर आपको बताऊं कि 100 में से 99% भी ये समझते हैं. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയേറിയ ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് पवित्र आत्मा एक दृढ़ता हमें देता रहता है. ഇതിനെക്കുറിച്ച്. एक दृढ़ता की दिलासा हमें दिलाता है. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. आप परमेश्वर के संतान हैं. ഏത് പ്രതികൂല സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, നമ്മളെ ബലപ്പെടുത്തുകയാണ്. कोई भी प्रतिकूल परिस्थिति में भी पवित्र आत्मा हमें ये बता रहे हैं कि तुम परमेश्वर की संतान है. എന്നാൽ നാം പലപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല. लेकिन बहुत बार हम उनको कान नहीं लगाते. അതുകൊണ്ട് ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ പേടിക്കുക, इसलिए जब कोई भी परेशानी आता है तो हम डर നമ്മൾ जाते हैं, ഭാരപ്പെടുക. हम दुखित हो जाते പക്ഷെ हैं. നീ ഒരു ദൈവ പൈതലാണെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ अगर आपके अंदर एक ऐसा दृढ़ता है कि मैं परमेश्वर के ആ संतान हूँ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നീ ശരിക്കും ശ്രവിക്കുന്നുണ്ടെങ്കിൽ उस पवित्र आत्मा की आवाज अगर सही ढंग से आप ग्रहण कर रहे तो പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ ഭാരപ്പെടത്തില്ല. उस परेशानी के आगे आप डरेंगे नहीं. വേദനകളുടെ മുമ്പിൽ, രോഗത്തിന്റെ മുമ്പിൽ, കടഭാരത്തിന്റെ മുമ്പിൽ, ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ നീ ഭയപ്പെടത്തില്ല. उस रोग के, उस बीमारी के सामने, उस दुख की बातों के सामने, कोई भी परेशानी के सामने आप डरेंगे नहीं. ശാപത്തിന്റെ മുമ്പിൽ നീ ഭയപ്പെടത്തില്ല. उस श्राप के सामने आप डरेंगे नहीं. കാരണം ഈ ഭൂമിയെ ജയിച്ചവൻ നിന്റെ ഉള്ളിലുണ്ട്. वो इसलिए कि इस पृथ्वी को जीता हुआ जो परमेश्वर आपके साथ है. ശാപത്തിൽ നിന്ന് ജയിച്ചവൻ. श्राप से जीता हुआ. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ശാപമായി തീർന്നത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കും. यीशु मसीह आपके लिए श्राप बना करके हम वचन में पढ़ते हैं. നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്നവൻ. परमेश्वर आपके लिए गरीब हो गया करके हम पढ़ते हैं. ഹല്ലേലൂയ. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന വേദപുസ്തകം വായിക്കും. यीशु मसीह आपके लिए गरीब बन गया करके हम पढ़ते हैं. നിത്യമരണത്തിൽ നിന്ന് വിടുവിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുടയവനായി ജീവിക്കുന്നവൻ. अनंत मृत्यु से तुम्हें बचा के जो और अनंत मृत्यु की जो कुंजी, जो चाबी जो आपको उनके पास रखा हुआ परमेश्वर. ആ ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. उस अधोलोक की और उस मृत्यु की जो कुंजी रखने वाला परमेश्वर आपसे कह रहे हैं. ആ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. वो परमेश्वर आपसे कह रहे हैं നീ कि എന്റെ तुम्हारे പൈതലാണ്. साथ, तुम मेरे संतान हो. ഞാൻ നിന്നെ രക്ഷിക്കും, मैं तुम्हें उद्धार करूंगा. ഞാൻ നിന്നെ വിടുവിക്കും, मैं तुम्हें छुड़ाऊंगा. ഞാൻ നിന്നെ വഴി നടത്തും, मैं तुम्हें चलाऊंगा. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, मैं तुम्हारे संग रहूंगा. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യും. मैं तुम्हारे लिए सब कुछ പക്ഷെ करूंगा. പലപ്പോഴും നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഈ ഉറപ്പിനെ ഗ്രഹിക്കുവാൻ കഴിയാത്തവരായി. लेकिन बहुत बार जो पवित्र आत्मा हमारे अंदर ये देने वाले ये जो बात जो है आप ग्रहण नहीं करते. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ഇതായിരിക്കാം, उसका मुख्य बात ये होगा, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ഇതുവരെയും വന്നിട്ടില്ല. पवित्र आत्मा की उस भरपूरी में हम अभी तक आए नहीं. നാം ആ നിറവിലേക്ക് വരികയാണെങ്കിൽ अगर हम उस भरपूरी में आएंगे, ആ നിറവിൽ നമുക്ക് ആ വിശ്വാസം എടുക്കുവാൻ കഴിയും, നമുക്ക് അത് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയും. अगर हम उस पवित्र आत्मा की भरपूरी में आएंगे तो हम उस विश्वास तक पहुंच सकते हैं. നമ്മളോട് പറയുന്നതാരാ? हमें बोलने वाला कौन है? പരിശുദ്ധാത്മാവ്. पवित्र आत्मा. പരിശുദ്ധാത്മാവ് സത്യമാണ്. पवित्र आत्मा सच है. 1 യോഹന്നാൻ 5:7-8 നമ്മൾ വായിക്കുന്നു. पहला यूहन्ना उसका 5 का
7 और 8 में हम पढ़ते हैं, എന്താ നമ്മൾ വായിക്കുന്നത്? जो गवाही देता है वो आत्मा है, ഉം. क्योंकि आत्मा सत्य है। ഒരു മിനിറ്റ്. ആത്മാവ് ആ സാക്ഷ്യം പറയുന്നത്, आत्मा गवाही दे रहा है, വേറെ ആരുമല്ല. कोई और नहीं। ആ ആത്മാവ് സത്യമാണ്. वो आत्मा सच ആ है, സത്യം മാത്രമേ പറയത്തുള്ളൂ. वो सच बताता है। ആത്മാവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിന്റെ ആത്മാവെന്നാണ്. आत्मा के बारे में बताता है कि എന്നിട്ട് सच्चाई യോഹന്നാൻ की आत्मा। ഒന്നുകൂടെ അതിനെ കൂടുതലായിട്ട് എടുത്തു പറയുകയാണ്. लेकिन यूहन्ना वहाँ पे एक बार और उसको उठा के बता रहा ആ है, जो गवाही देता है, ആരെല്ലാമാണ് സാക്ഷ്യം പറയുന്നത്? कौन कौन गवाही दे रहा है वहाँ पे बता रहा है, ഉം. जो गवाही देता है हाँ। वो आत्मा है, ആ, क्योंकि आत्मा सत्य है। ഉം, और गवाही देने वाले 3 हैं, ഉം. आत्मा और पानी और लघु, और तीनों एक ही बात पर सहमत है। ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സത്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവും ജലവും രക്തവും. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. आमीन। हालेलुया। हालेलुया। അപ്പം ആത്മാവ് സത്യമേ പറയത്തുള്ളൂ. तो आत्मा जो है सच ही बताएगा। ആത്മാവ് പറയുകയാണ്, आत्मा बता रहा है എന്താണ്? നീ ദൈവത്തിന്റെ പൈതലാണ്. कि आप और हम जो है सब लोग जो है परमेश्वर की संतान है। രക്ഷയെ കുറിച്ചുള്ള ഉറപ്പ് പറയുക. उद्धार के उस दृढ़ता दिलाना। റോമ 8:14 നമ്മൾ കണ്ടു. रोमी की किताब 8:16 में നാം हमने देखा, ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. हम परमेश्वर की संतान है करके उनकी आत्मा जो है हमारी आत्मा से बात कर रहा है। നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ദൈവ പൈതലാണ്, നീ ദൈവ പൈതലാണ്, നീ ദൈവ പൈതലാണ്, നീ ദൈവമക്കളാണ്, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. എപ്പോഴും ആത്മാവ് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കുക. पवित्र आत्मा हमेशा जो हमें दिलासा दिला रहे कि तुम परमेश्वर की संतान है, तुम परमेश्वर की संतान है करके हमारे आत्मा से वो बात करते जा रहे हैं। നോക്കണേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ പ്രയോജനം. पवित्र आत्मा हमारे जीवन में हमारे जिंदगी में है तो कितना फायदा है। പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരിക. पवित्र आत्मा हमें विश्वास दिलाता നാം है। ആരാണെന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരിക. हम कौन है करके पवित्र आत्मा हमें समझा रहा है। ഇതെല്ലാം നാം ശരിക്കും ഗ്രഹിച്ചെടുക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവ് നമുക്ക് ആവശ്യമാണ്. अगर ये पूरी तरह में ये ग्रहण करना है तो जितना यीशु मसीह के अंदर पवित्र आत्मा की भरपूरी थे उस भरपूरी तक हमें भी आना है। ഹല്ലേലൂയ. हालेलुया। അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इसलिए हम पवित्र आत्मा के बारे में लगातार सीख ഇനി रहे हैं। നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. आने वाले दिनों में हम और पढ़ेंगे। ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മാവ് ഏതെല്ലാം നിലകളിൽ സഹായകനായിരിക്കുന്നു, കാര്യസ്ഥനായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുക. एक विश्वासी के जीवन के अंदर पवित्र आत्मा कितना सहायक है करके हमने सीखा। ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, सबसे मुख्य बात, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. हम परमेश्वर की संतान है करके पवित्र आत्मा में एक दृढ़ता ആ दिलाता ശബ്ദം है। ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഉറപ്പ് കൂടി വരും. जितने बार हम उस बातों को आवाज को सुनते हैं तो हमारी दृढ़ता बढ़ते जाए। ദൈവമക്കൾ ഒരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ കഴിയും. हम परमेश्वर के लोग जो है परमेश्वर की संतान है करके उस जगह को हम स्थिर बनाए। ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ പിശാചിന് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെ സവാലിടുവാൻ, നമ്മളോട് ചോദ്യം ചോദിക്കുവാൻ, നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുവാൻ അവന് കഴിയുകയും. अगर हमारे अंदर ऐसा एक दृढ़ता है तो हम परमेश्वर की संतान है करके ऐसा एक बात दृढ़ता हमारे अंदर है तो शैतान कभी हमारे सामने नहीं आएगा सवाल डालने के। യേശുവിനോട് അവൻ ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ. क्योंकि यीशु मसीह से भी उसने सबसे पहले ये सवाल छोड़ा था, अगर तुम परमेश्वर का पुत्र है तो। ഹല്ലേലൂയ. हालेलुया। ഇന്നും പിശാച് ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് ചോദിക്കുന്ന, അവരെ ചോദിച്ചുകൊണ്ടിരുന്ന, അവരെ പരീക്ഷിച്ച് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദൈവമക്കളാണോ? आज भी जो शैतान जो है परमेश्वर के बच्चों के सामने खड़े होकर यही सवाल करता है, तुम परमेश्वर का संतान है। എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ട് എപ്പോഴും ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. लेकिन पवित्र आत्मा जो हमेशा हर पल जो हमें ये दिलासा दिला रहे, ये दृढ़ता दिला रहे कि तुम परमेश्वर की संतान है। ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ എന്ന് രാത്രികാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. उस आवाज को सुनने के लिए हमारी आंखों को और हमारे नजरों को सबको परमेश्वर खोल नहीं पाए। നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. हमारे आंखों को बंद करेंगे, हम प्रार्थना करेंगे। സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ രാത്രിയാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. स्वर्गीय पिता, ये सुंदर समय के लिए, ये कशिश भरा हुआ शाम के समय के लिए हम धन्यवाद करते हैं। കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്നുള്ള ഉറപ്പ്
പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകുന്നുവെന്ന് ഒരിക്കൽ കൂടെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. परमेश्वर एक बार और हमें आपने ये दिलासा दिलाए कि पवित्र आत्मा हमें ये समझाता रहता है कि तुम परमेश्वर के संतान हो। ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും കർത്താവെ ആ ഉറപ്പ് പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവരോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ, അതിൽ കൂടെ വിശ്വാസം ആർജിച്ചെടുക്കുവാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. परमेश्वर हम उनके लिए भी आज प्रार्थना करते हैं जो हमें सुनते हैं प्रभु, उनके अंदर एक विश्वास आने पाए कि वो परमेश्वर के संतान है, जो पवित्र आत्मा उनको दिलासा दे रहा, दृढ़ता दिला रहे कि तुम परमेश्वर के संतान है। സാത്താൻ പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളുടെ മുമ്പിലും ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഉറപ്പ് അവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. परमेश्वर शैतान लेके आने वाले हर एक परेशानी के सामने, हर एक बातों के सामने उनके अंदर ये दिल होने पाए कि मैं परमेश्वर के संतान हूं। പരിശുദ്ധാത്മാവ് ആ ഉറപ്പ് നൽകുന്നത് അവർ ഗ്രഹിച്ചെടുക്കുവാൻ അവരുടെ ആന്തരിക കാതുകളെ തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. परमेश्वर पवित्र आत्मा देने वाले उस दृढ़ता को समझने के लिए, उस ग्रहण करने के लिए उनके अंदर की कान को खोलिए। ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും കേൾക്കുന്നവരെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കണം. परमेश्वर हमें सुनने वाला जो सुनते हैं प्रभु, हर किसी को आप बहुत आयत से आशीष करें। അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते हैं। പ്രാർത്ഥനയുടെ സ്തോത്രം आपने ചെയ്യുന്നു. प्रार्थना सुनी है, इसलिए യേശുവിന്റെ धन्यवाद। നാമത്തിൽ നിന്ന് ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരണമേ യേശുവേ നല്ല പിതാവേ. यीशु मसीह के पवित्र नाम से हमने प्रार्थना किया है, सुनो और कबूल करो हमारे स्वर्गीय पिता। ആമേൻ ആമേൻ ഹല്ലേലൂയ. हालेलुया। ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको बहुत आयत से आशीष करने पाए। ഞായറാഴ്ച നമുക്ക് ആരാധനയുണ്ട്. इतवार को हमें आराधना होगा। അത് ഫേസ്ബുക്ക് ലൈവിലുണ്ടായിരിക്കും. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുവാൻ കഴിയും. वो फेसबुक लाइव में देख सकते हैं, उसके बाद आपको यूट्यूब में भी मिल सकता നിങ്ങൾ ആ യൂട്യൂബ് കാണുക, है। आप यूट्यूब भी देख लीजिए, സബ്സ്ക്രൈബ് ചെയ്യുക, सब्सक्राइब कर लीजिए, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. दूसरों को शेयर करें। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. आप परमेश्वर आपको आशीष करने पाए। आमीन। हालेलुया। आप यूट्यूब भी देख लीजिए, സബ്സ്ക്രൈബ് ചെയ്യുക,